റെയ്ഡ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഇഡി ഉദ്യോഗസ്ഥർക്കും വാഹനങ്ങൾക്കും നേരെയുണ്ടായ ആക്രമണം വലിയ സുരക്ഷാ വീഴ്ചയെന്ന് വിലയിരുത്തൽ. സിപിഎം പ്രവർത്തകരുടെ ആക്രമണത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടാൻ ആഭ്യന്തര മന്ത്രാലയം. തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടെ ഇഡി ഉദ്യോഗസ്ഥർക്കും വാഹനങ്ങൾക്കും നേരെ ഇഷ്ടികയും കുപ്പിയും കല്ലും വടികളുമായായിരുന്നു ആക്രമണമുണ്ടായത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സർക്കാരിനോടാണ് റിപ്പോർട്ട് തേടുക. പോലീസിന്റെ ഭാഗത്തുനിന്ന് വൻ സുരക്ഷാ വീഴ്ച ഉണ്ടായതായാണ് പ്രാഥമികമായി തന്നെ വിലയിരുത്തിയിരിക്കുന്നത്. ആക്രമണത്തിൽ ഇഡി ഡയറക്ടർ രാഹുൽ നവീനും റിപ്പോർട്ട് തേടിയിരിക്കുന്നു. ആക്രമണ പരാതികളിൽ നിയമ നടപടികൾ കടുപ്പിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു, വാഹനങ്ങൾ തല്ലി തകർത്തു തുടങ്ങിയ സംഭവങ്ങളിൽ വധശ്രമത്തിനും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ഇഡി തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, സ്ഥലത്ത് സംഘർഷമുണ്ടാവാനുള്ള സാധ്യത പോലീസ് മുൻകൂട്ടി കണ്ടില്ലെന്ന വിമർശനവും ഉയരുന്നു. സ്ഥലത്ത് മതിയായ പോലീസിനെ വിന്യസിക്കുന്നതിൽ തിരുവനന്തപുരം സിറ്റി പോലീസിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായാണ് വിമർശനം. അക്രമാസക്തരായി നിന്ന ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇഡിയുടെ വാഹനം ഒരു മുൻകരുതലുമില്ലാതെ കടത്തിവിട്ടതും വൻ സുരക്ഷാ വീഴ്ചയാണ് സൃഷ്ടിച്ചത്. ഇഡി ഉദ്യോഗസ്ഥർ വീടിന്റെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ കുപ്പികളും ചെരുപ്പുകളും പ്രവർത്തകർ വലിച്ചെറിഞ്ഞു. വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഇഡി സംഘം 10 മിനിറ്റിലേറെ നേരം പ്രകോപിതരായ പ്രവർത്തകർക്കിടയിൽ വാഹനങ്ങളിൽ കുടുങ്ങിക്കിടന്നു. പരിമിതമായ പോലീസുകാരുടെ മുന്നിൽ എല്ലാം നിയന്ത്രണാതീതമാവുകയായിരുന്നു. മലയാളം ടെലിവിഷൻ, തിരുവനന്തപുരം.